ഗായ്സ് നമ്മൾ ടാമ്പറിൻ മൗണ്ടൻസിലുള്ള സീഡാർ ക്രീക്ക് ഫോൾസ് ആണ് കാണാൻ പോകുന്നത്. ബ്രിസ്ബെയിനിൽ നിന്ന് ഏകദേശം ഒരു 1 hour അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു. സീനിക് റിം കൗൺസിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൂഗിളിൽ നോക്കിയപ്പോൾ വലിയ നടക്കാനൊന്നും ഇല്ലാത്ത പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം എന്നാ കണ്ടേ. പിന്നെന്തോ ഇവിടെ സ്ലൈഡിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പാറയിൽ കൂടെ. അപ്പോൾ നമുക്ക് ഒന്ന് ക്യൂരിയസ് ആയി പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സീഡാർ ക്രീക്ക് ഫോൾസ് കാണാൻ പോകുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരും. സോ ഗൈസ്, ഇവിടാണ് ക്രീക്കിലേക്കുള്ള അല്ലെങ്കിൽ ക്രീക്ക് ഫോൾസിലേക്കുള്ള പാർക്കിങ് വളരെ കുറവാണ്. അതുകൊണ്ട് പാർക്കിങ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വരിക. ഇതിപ്പോൾ ഞങ്ങൾ വീക്ക് ഡേ വന്നിട്ട് പോലും ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ മേളിൽ പോയി പാർക്ക് ചെയ്യേണ്ടി വരും. ഞങ്ങൾ മേളിൽ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തേക്കണത്. ഇവിടെ മൊത്തത്തിൽ 2 ട്രാക്കാണ് അവിടെ മാപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഏതാണ്ട് ലുക്കൗട്ടും പിന്നെ താഴത്തെ റോക്ക് പൂൾസും. ലുക്കൗട്ട് ആണെങ്കിൽ 500 മീറ്ററുള്ളൂ പോയി വരാനായിട്ട്. റോക്ക് പൂൾസ് വരെയാണെങ്കിൽ റിട്ടേൺ 1.1 കിലോമീറ്റർ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. റഫ്ലി 30 minutes ഓഫ് വാക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബാക്കി ചെല്ലുമ്പോൾ അറിയാൻ വലിയ ഇതുവരെ കണ്ടിട്ട് അതിൻ്റെ ടാറൊക്കെ ഇട്ട റോഡ് പോലെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം അങ്ങനെ സംഭവം. ഗൈസ്, നമ്മൾ ആദ്യത്തെ ഏതോ ഒരു ലുക്കൗട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം താഴോട്ട് പോകുന്ന കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് സീഡാർ ക്രീക്ക് ഫോൾസ്. ഇത് പല തട്ടായിട്ട് വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഇവിടെ ആണെന്ന് തോന്നുന്നു മറ്റേ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന. ഇവിടെ പാറക്കൂടെ നിരങ്ങിയ ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ താഴത്തെ വെള്ളത്തിൽ പോയി കിടക്കാം. പല തട്ടിലും പൂൾസ് പോലുണ്ട്. ഒന്നും അത്ര ആഴമുള്ളതല്ല. സോ വലിയ ഹൈക്കും ഒന്നും ചെയ്യാണ്ട് ആളുകൾക്ക് സിമ്പിളായിട്ട് വന്ന് വെള്ളത്തിൽ കിടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് സീഡാർ ക്രീക്ക് ഫോൾസ്.